ഹലോ, ഇന്നൊരു അടിപൊളി അത്തപ്പൂക്കളം ഡിസൈനുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ വരച്ച അത്തപ്പൂക്കള ഡിസൈൻ എല്ലാവരും കണ്ടുവല്ലോ. ഒരുപാട് സന്തോഷം. കുറച്ച് പേരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരോടും നന്ദി. ഇന്ന് പതിവ് പോലെ മോൻ ഉറങ്ങി. അപ്പൊ ഏകദേശം 11 മണിയോളായി. ഞാൻ അപ്പോഴത്തേക്കും വരയ്ക്കാനായിട്ടിരുന്നു. അതിനായിട്ട് ആദ്യം ഒരു കോമ്പസ് എടുത്തു. 2-3 വൃത്തം നമ്മൾ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ വൃത്തത്തിലാണ് നമ്മൾ ഇനി ഡിസൈൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ പെൻസിൽ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം പേന ഉപയോഗിച്ചാണ് ഈ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം. ആദ്യം ഞാനൊരു വട്ടം വരച്ചു. അതിനുശേഷം അതിന് ചുറ്റും കുറച്ച് ലവ് ചിഹ്നം വരച്ചു. അതിന് പുറമെ വീണ്ടും വട്ടം വരച്ചു. അങ്ങനെ നമ്മൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്തത് ഓരോന്നോരോന്നായിട്ട്. ഓണത്തോടനുബന്ധിച്ച് നാം എല്ലാവരും ജാതി മതഭേദമന്യേ വിവിധ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, നമ്മുടെ വീടുകളിൽ എല്ലാവരും ഓണത്തെ വരവേൽക്കുകയാണ്. അത്തപ്പൂക്കള മത്സരം, മലയാളി മങ്ക, മാവേലി മന്നൻ, വടംവലി, പുലികളി, അങ്ങനെ ഒട്ടനവധി ഓണത്തെ വരവേൽക്കാൻ പല കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ ഏറ്റവും മറക്കാനാവാത്ത ഒന്നാണ് ഓണസദ്യ. എന്തൊക്കെ പറഞ്ഞാലും ഓണം മലയാളികളുടെ ദേശീയ ഉത്സവം തന്നെയാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളി കൂടെ കൊണ്ടുപോകുന്ന കാണാത്ത ഭാണ്ഡക്കെട്ടാണ് ഓണം. അത് ചിങ്ങമാസത്തിൽ തുടങ്ങും, പിന്നെ ആഘോഷമായി. അതാണ് അനുഭവം. ഏതു പ്രതിസന്ധിക്കിടയിലും ഏറെ തിളക്കമുള്ള ഒന്ന്. അറിഞ്ഞും അറിയാതെയും ജാതിയും മതവും ഒപ്പം കൂടെയുണ്ടെങ്കിലും ഓണം വന്നാൽ മലയാളികൾ എല്ലാ അതിരുകളും മായ്ക്കും. മഹാബലി എന്ന രാജാവിന്റെ ഭരണകാലം ആയിരത്താണ്ടുകൾക്കപ്പുറത്തു നിന്ന് ഒരു ഓർമ്മയുടെ തെളിച്ചം. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും തന്റെ പ്രജകളെ സന്ദർശിക്കാൻ മഹാബലി ആണ്ടിലൊരിക്കൽ എത്തുന്നതും മലയാളി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്ന കഥയാണ്. ആ പതിവ് നാം ഇപ്പോഴും തെറ്റിക്കുന്നില്ല. കാലവും ജീവിത രീതികളും ഏറെ മാറിയിട്ടുണ്ടെങ്കിലും ഓണസങ്കല്പം ഇന്നും ഓണായി തന്നെ നിലകൊള്ളുന്നു. നമുക്ക് ഓണത്തിന് ഒരുപാട് കഥകൾ ഏറെയുണ്ട്. എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ പറയാൻ ഏറെ കഥകളുണ്ട്. ഓണത്തിന് പിന്നിലും കഥകൾ ഉറങ്ങിക്കിടക്കുന്നു. കഥ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഓണം ഓർമ്മകളിലേക്ക് ഉണർത്തും. ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഒരു കാലത്ത് കൊച്ചിക്കടുത്തുള്ള തൃക്കാക്കര വാണിരുന്ന മഹാബലി പെരുമാൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മഹാദേവന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിനായി ചിങ്ങത്തിലെ അത്തം നാളിൽ ജനങ്ങളെ ക്ഷേത്രസന്നിധിയിൽ വിളിച്ചു വരുത്തുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തിരുന്നുവത്രേ. കൊച്ചി രാജാവ് നടത്തിപ്പോരുന്ന അത്തച്ചമയം ഇതാണെന്ന് കരുതപ്പെടുന്നു. ഈ ഉത്സവാഘോഷമാണ് പിന്നീട് തിരുവോണമായി ആഘോഷിച്ചു തുടങ്ങിയത് അത്രേ. തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം. അവിടെയാണ് ആദ്യത്തെ ഓണാഘോഷം നടത്തിയതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. കർക്കിടകത്തിലെ ഇരുണ്ട കാലം കഴിഞ്ഞ് മാനം തെളിയുന്ന ചിങ്ങമാസത്തിലാണ് വിദേശ കപ്പലുകൾ സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി എത്തിയത്. മഴ മാറി വാണിജ്യം പുനരാരംഭിക്കുന്നത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ്. ദൂരെ നങ്കൂരമിട്ട് കിടന്നിരുന്ന കപ്പലുകൾ അന്നാണ് തുറമുഖത്തെത്തിയിരുന്നത്. അങ്ങനെ സ്വർണ്ണ നാണയം കൊണ്ടുവന്നിരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാൻ കാരണമായി എന്നും പറയപ്പെടുന്നു. ആണ്ടുപിറപ്പിനെ സൂചിപ്പിക്കുന്ന ചിങ്ങമാസത്തിലെ ആഘോഷം ക്രമേണ ദേശീയോത്സവമായി വളർന്നുവെന്നാണ് മറ്റൊരു വിശ്വാസം. ഇല്ലങ്ങളിലെ പത്തായങ്ങളെല്ലാം നിറഞ്ഞ്, കുടിലുകളിലെ വല്ലങ്ങളെല്ലാം നിറഞ്ഞ്, നിറവിന്റെയും സന്തുഷ്ടിയുടെയും വേള. കൃഷിപ്പണി ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും കൊണ്ടാടാനുള്ള അവസരം. ജന്മിമാർ, അടിയാന്മാർ എന്ന വ്യത്യാസങ്ങൾ മറന്ന് സമഭാവനയോടുകൂടി കഴിയാനും ഒത്തുചേരാനും ഈ കാർഷികോത്സവം കാരണമായി. അത് ക്രമേണ ദേശീയോത്സവമായി എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അത്തന്നാൾ മുതൽ തിരുവോണം വരെ പൂക്കളമിട്ട് ഊഞ്ഞാലാടി, തിരുവോണനാൾ മാവേലിയെ നടുമുറ്റത്ത് കുടിയിരുത്തി പൂജകൾ ചെയ്ത്, പിന്നെ ഓണക്കളികളും ഓണക്കോടിയും, പിന്നെ വിഭവസമൃദ്ധമായ സദ്യയുമൊക്കെയായി ചതയം നാൾ മാവേലിയെ എടുത്തുമാറ്റുന്നതുവരെ ഓണം തിമിർക്കുകയായി. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ചൊല്ലുപോലും വന്നത് ഈ സാഹചര്യത്തിലാവാം. അന്നും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഓണത്തിന്റെ ഓർമ്മകൾ മുട്ടിട്ടു നിൽക്കുന്നു. അത്തം തൊട്ട് തിരുവോണം വരെ 10 ദിവസത്തെ ഓണമെന്ന് ഉത്രാട, തിരുവോണം എന്നീ ദിവസങ്ങളിലായി ചുരുങ്ങിയിരിക്കുന്നു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ കുട്ടികൾ സൂര്യോദയത്തിന് മുൻപ് കൂടെയുമായി പൂനുള്ളാൻ പോകുമായിരുന്നു. പാടത്തും പറമ്പിലുമെല്ലാം ചെടികൾ പൂത്തു നിൽക്കും. തുമ്പപ്പൂവും അരിപ്പൂവും കാക്കപ്പൂവും അങ്ങനെ 100,000 പൂക്കൾ പറിച്ച് കുട്ടികൾ വീട്ടിലെത്തി പൂക്കളമൊരുക്കുന്നു. അന്ന് ഓണക്കാലം ഒരു വസന്തകാലം തന്നെയായിരുന്നു. ഇന്ന് വിപണിയുടെ ആഘോഷമായി ഓണത്തിന് അങ്ങാടിയിൽ പോയി പൂക്കൾ വാങ്ങി പൂക്കളം തീർക്കുന്നതിലേക്ക് മാറി. ഭക്ഷണ സമൃദ്ധിയാണ് ഓണത്തിന്റെ മറ്റൊരു സവിശേഷത. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് വിഭവസമൃദ്ധമായി സദ്യ ഉണ്ടാക്കി കഴിക്കുന്നു എന്നതാണ്. അരിയിടിക്കലും വറുക്കലും കായ വറുക്കലും അടയുണ്ടാക്കലും അച്ചാറിടയിലും ഒക്കെയായി 1 മാസം മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങും.
ഓണം എന്ന് കേട്ടാൽ തന്നെ ഉപ്പേരിയുടെയും പപ്പടത്തിന്റെയും പായസത്തിന്റെയും മാധുര്യമാണ് ഓർമ്മയിൽ നിറയുക. കാലം വല്ലാതെ മാറിയിരിക്കുന്നു. ചിങ്ങം പിറന്നാൽ മലയാളിക്ക് ഓണത്തെ ഓർക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഓണത്തിന്റെ ആർപ്പുവിളികൾ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. അത് കേട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളി ഓണം ഉണ്ടിരിക്കും. കേട്ട കഥകളെല്ലാം സങ്കല്പങ്ങളാകാം. പക്ഷേ ഓണം ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ചിങ്ങച്ചിരി ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ? അത്തപ്പൂക്കളം ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ആദ്യമായി എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.